ആക്സിഡന്റ് ഓറിയന്റഡ് അല്ലാത്ത മോഡിഫിക്കേഷൻസ് അലൗ ചെയ്യുമെന്നാണ് ഇന്നത്തെ UDF ഗവൺമെന്റിന്റെ പ്രചാരണം. അവർ ജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ അപകടം പറ്റാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം അലൗ ചെയ്യും. നല്ലൊരു കാര്യം. ഒരു കാർ മോഡിഫൈഡ് ചെയ്ത് കാണാൻ ഇഷ്ടമുള്ള ഒരു സാധാരണ കേരളത്തിലെ പൗരൻ നിലയ്ക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ അത് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടി നിങ്ങൾ ജയിച്ച അധികാരത്തിൽ വന്ന് കാർ പ്രേമികളുടെയോ വണ്ടി പ്രാന്തന്മാരുടെയോ ഈ പറയുന്ന പോലെ ആവശ്യങ്ങൾ നിങ്ങൾ നടത്തി കൊടുക്കുക. നല്ലൊരു കാര്യം. പക്ഷെ ഇത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമമല്ലേ? എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടാണ് ഈ പറയുന്ന പോലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം MVA 1988 ഓർ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾ CMVR 1989 പ്രകാരം ഇന്ത്യയിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത് മാറ്റാൻ പറ്റത്തില്ല. സെൻട്രൽ ഗവൺമെന്റും സുപ്രീം കോടതിയും മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് കേരളം വിട്ട മോഡിഫിക്കേഷൻസ് ഉണ്ടല്ലോ എന്ന്. സെയിം അവസ്ഥ. നിങ്ങൾ UP പോയി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ UPയിലുള്ള ഏതെങ്കിലും പണക്കാരൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഊരിപ്പോരാ. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാർ മര്യാദ യൂണിഫോം, നിങ്ങൾ അവിടുത്തെ പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഡൽഹി വരെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് ഡൽഹി പോയപ്പോൾ ഞാൻ കണ്ടാണ് പോലീസുകാർ ഇന്നൊന്നും ചെയ്തില്ല. പോലീസുകാർ ചുമ്മാ സിഗരറ്റും വലിച്ച് പാൻ ബാഗും തുപ്പി നടക്കുന്നവരാണ്. അതുപോലെയാണ് നമ്മുടെ കേരള പോലീസ്. നിങ്ങൾ സ്റ്റേറ്റ് വൈസ് കമ്പയർ ചെയ്ത് നോക്ക്. കേരള പോലീസ് എത്രയോ സ്റ്റാൻഡേർഡ് ആണ്, ചിന്തിച്ചു നോക്ക്. പിന്നെ ഈ ഓരോ പോലീസുകാരുണ്ട്, ചിലപ്പോ രാത്രി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരെ പിടിച്ച് ലാത്തിക്ക് അടിയും കഞ്ചാവെന്ന് പറയും. പക്ഷെ ഇതെങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് മാറ്റാൻ പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്ന് സുപ്രീം കോടതിനെതിരെ ഇതിന് കേസ് കൊടുത്ത് നിങ്ങൾ വിധി വന്ന് അത് നടപ്പിലാക്കി അങ്ങനെയാണെങ്കിൽ ഓക്കെ, നല്ലൊരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളത് പറയുക. എന്നെ പോലെ ഈ സംശയമുള്ള കുറെ ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നു 80% ആൾക്കാരും ഇത് വിശ്വസിച്ച് ഈ പറയുന്ന ഒരു ഇതിന് കമന്റ് ഇട്ടേക്കുന്നത് ഭയങ്കര പോസിറ്റീവാണ്. പക്ഷെ ഇത് ആരും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. ഓക്കെ, ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറഞ്ഞ സുപ്രീം കോടതിന് തരുന്നത് എല്ലാ സ്റ്റേജിനുമാണ്. ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പോലീസുകാരും വലിയ മൈൻഡ് ചെയ്യത്തില്ല. കേരളത്തിൽ മൈൻഡ് ചെയ്യും. ഇപ്പൊ ഹെൽമെറ്റ്, ഇപ്പൊ കേരളം കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കുന്ന ഹെൽമെറ്റ് വെക്കുന്നത് തീരെ കുറവാ. നമ്മൾ ഇന്നോടെ ഹെൽമെറ്റ് വെക്കുന്നത് AI ക്യാമറ ഉണ്ട്, പോലീസ് പിടിച്ച് പെറ്റി അടിക്കും. ഇതുകൊണ്ടാണ്. മനസ്സിലായോ? പറഞ്ഞ് ജയിക്കാൻ നോക്കരുത്. നിങ്ങൾ കൃത്യമായി പ്രോപ്പറായി അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് മാറ്റാൻ പറ്റും. പിന്നെ പെയിന്റ് അടിക്കുക, ഈ പറയുന്ന വിനായിൽ റാപ്പിംഗ്, പിന്നെ അതുപോലെ ടയറിന്റെ അലോയ്, ഇതൊക്കെ നോർമൽ ഇതിനകത്ത് പെടുന്നതാണ്. ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതും RTOയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ അലോയ് ഒക്കെ വെക്കുമ്പോൾ പുറത്തോട്ട് തള്ളിയിരിക്കരുത്, അങ്ങനത്തെ കുറെ നിയമങ്ങളുണ്ട്. ഇതൊക്കെ പ്രോപ്പറാണ്. നിങ്ങൾക്ക് ഈ സാധനം ടാക്സ് കൊടുത്ത് മേടിക്കുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ച് ഞാനിത് നിങ്ങൾ തള്ളി പറയുന്നതല്ല. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ അധികാരത്തിൽ വരട്ടെ. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുക. ഈ അടുത്ത് നിങ്ങൾ മറ്റേ വീട് പണിഞ്ഞു കൊടുത്തതിന്റെ വന്നല്ലോ ഒരു നോട്ടീസ് എടുത്ത് അതിന്റെ പുറകിൽ ഒരു പേപ്പർ കടലാസ് എഴുതി വെച്ചിട്ട് എഴുതി വിട്ടല്ലോ. അതുപോലെയല്ല, പ്രോപ്പർ ആയിട്ട് ഒരു പ്രസന്റേഷൻ രീതിയിലോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള പോയിന്റ് ബേസിൽ നിയമം സുപ്രീം കോർട്ടിന്റെ ആക്ട് നിങ്ങൾ കാണിച്ചുകൊണ്ട് ഇതിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് മാറ്റാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കാണിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ താല്പര്യമുള്ളവരാണ് ഇപ്പൊ കൂടുതലും കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ പുതുതലമുറ. അപ്പോൾ അതിന്റെ ഒരു നിങ്ങൾ തരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇതുകൊണ്ട് എനിക്ക് കുറെ ഹെയ്റ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തും പറയുന്നതല്ല, ഇതെന്താ സുപ്രീം കോർട്ടിന്റെ നിയമമാണിത്. സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല ഇത് മാറ്റുന്നത്. ഓക്കെ.